പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിലെ പ്രശസ്തമായ സർക്കാർ സ്ഥാപനത്തിൽ പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴി ലൈബ്രറി അറ്റൻഡന്റ് തസ്തികയിൽ ജോലി നേടാനുള്ള അവസരമാണിപ്പോൾ വന്നിട്ടുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു അക്കാദമിക് അന്തരീക്ഷത്തിൽ ലൈബ്രറി മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള മികച്ചൊരു അവസരം കൂടിയാണിത്. ലൈബ്രറിയിലെ ബുക്കുകളുടെയും മറ്റും സംരക്ഷണം, ക്രമീകരണം, ലൈബ്രറിയിലെത്തുന്ന വായനക്കാർക്ക് വേണ്ട ബുക്കുകൾ കണ്ടെത്താനുള്ള സഹായം നൽകൽ തുടങ്ങിയ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട വിവിധ ഡ്യൂട്ടികളായിരിക്കും ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്കുണ്ടാവുക. +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, ശമ്പളം, യോഗ്യത, പ്രായപരിധി തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേന്ദ്ര സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടാണ് ലൈബ്രറി അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 14 വൈകിട്ട് 5 മണി വരെയാണ്. IIMKയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലൈബ്രറി അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 28 വയസ്സാണ്. ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 18,000 രൂപയാണ്. കൂടാതെ ടെലിഫോൺ അലവൻസ് ആയി 300 രൂപയിൽ ലഭിക്കുന്നതാണ്. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥി +2 പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയി 2 വർഷത്തെ ഓഫീസ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. ലൈബ്രറിയിലെ ബുക്കുകളുടെയും മറ്റും സംരക്ഷണം, ക്രമീകരണം തുടങ്ങിയ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട വിവിധ ഡ്യൂട്ടികളായിരിക്കും ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്കുണ്ടാവുക. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം. കൂടാതെ ബേസിക് കമ്പ്യൂട്ടർ നോളജ്, MS ഓഫീസ് എന്നിവയിലുള്ള അറിവ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുണ്ട്. ഈ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റ്, ടൈം എന്നിവ പിന്നീട് അറിയിക്കുന്നതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ കരാറടിസ്ഥാനത്തിൽ 6 മാസത്തേക്കായിരിക്കും നിയമിക്കുന്നത്. എങ്കിലും ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തന മികവും ജോബ് റിക്വയർമെന്റിനും അനുസരിച്ച് കരാർ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 14 വൈകിട്ട് 5 മണി വരെയാണ്. IIMKയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഇന്റർവ്യൂവിനും കേരള PSC, SSC തുടങ്ങിയവയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മെയ് 14 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.